ഹായ് എവരിവൺ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഗതിയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് ടെക്നോളജിയുടെ കാലമാണല്ലോ, AI കാലമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ടെക്നോളജി നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെന്ത് കഴിക്കണം, ആർക്ക് വോട്ട് ചെയ്യണം, ഏത് പാട്ട് കേൾക്കണം, ഏത് സിനിമ കാണണം എന്ന് തുടങ്ങി എന്ന് വേണ്ട എല്ലാ സംഗതികളും, ഏത് പ്രൊഡക്റ്റ് വാങ്ങണം, ഈ പ്രൊഡക്റ്റ് കൊള്ളാമല്ലോ, ഈ ഉൽപ്പന്നം നല്ലതല്ലേ, ഈ സിനിമ കണ്ടുകൂടെ, അങ്ങനെ സജഷൻസ് വന്നുകൊണ്ട് നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്, നമ്മളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതേസമയം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ ടൂളുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും നമ്മളുടെ ആവശ്യങ്ങളെ അതുകൊണ്ട് സാധിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്താൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയെ നാം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിലായിരിക്കും പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരിക. റിയൽ ടൈമിൽ നമ്മളുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് അറിയാവുന്നവരാവട്ടെ, ഇംഗ്ലീഷ് അറിയാത്തവരാവട്ടെ, വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്യുന്ന ആൾ, ഒരു കുക്ക്, ഒരു വീട്ടമ്മ എങ്ങനെ ഇതിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ എളുപ്പമാക്കാം എന്നതിനെ പറ്റി അല്പം സംസാരിക്കാം എന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമായിട്ട് AI പറ്റി വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. നമുക്കൊരു സുഹൃത്തുണ്ട്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കുന്ന, ചുറ്റുപാടുകളെ പെട്ടെന്ന് തിരിച്ചറിയുന്ന, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് നമുക്കൊരു മറുപടി തരുന്നൊരു ഫ്രണ്ട് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഓർത്ത് നോക്കിയേ. അങ്ങനെ ഒരു ഫ്രണ്ടാണ് സത്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. അതായത് ഇതൊരു സാങ്കേതിക വിദ്യയാണ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ വോയിസ് അസിസ്റ്റൻറ്റ് മുതൽ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഹോം ഡിവൈസസുകൾ വരെ AI അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ചിന്തയിൽ പോലും വരാത്ത രീതിയിലൂടെ അത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ സജഷൻസ് നമുക്ക് തരുന്നത് AI ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ഫോണിലൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത ടൈപ്പ് ചെയ്യേണ്ട വേർഡ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നിർദ്ദേശം വരുന്നുണ്ടാവും. അത് ചെയ്യുന്നത് AI ആണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം ഒരു റൂട്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് സഹായിക്കുന്ന AI ആണ്. ഒരു വിദ്യാർത്ഥി അവൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരതുമ്പോൾ അവനെ സഹായിക്കുന്നതും AI തന്നെയാണ്. നമ്മളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് AIയെ എങ്ങനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്ന ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നമുക്ക് മെറ്റ AI കുറിച്ച് സംസാരിക്കാം. മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ മദർ കമ്പനിയാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും മദർ കമ്പനിയാണ് മെറ്റ വളരെ റീസെൻ്റായിട്ട് അതിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് AI ചാറ്റ് ബോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളുടെ ആ നീല വളയം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഉദാഹരണത്തിന് ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് നേരിട്ട് മെറ്റ AIയോട് ചോദിക്കാം. ഭാഷ അറിയില്ല എങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഈ വിഷയം, എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് മെറ്റയിൽ പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഇംഗ്ലീഷിൽ നമുക്ക് അത് പറഞ്ഞു തരും. അത് നേരെ കോപ്പി ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെയാണ് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവൻ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, അവൻ്റെ കോഴ്സ് പൂർത്തിയായി, അടുത്തത് എന്ത് പഠിക്കണമെന്ന് അറിയില്ല എങ്കിൽ മറ്റേ AIയോട് ചാറ്റ് ചെയ്യാം. ഇപ്പോൾ നിലനിൽക്കുന്ന അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇൻപുട്ടുകൾക്കനുസരിച്ചിട്ടുള്ള നല്ലൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ അതിന് സാധിക്കും. ഒരു ഹൗസ് വൈഫ് പറയാണ്, എൻ്റെ ഫ്രിഡ്ജിൽ ഇന്ന സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഇത് കറി ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് കുറച്ച് റെസിപ്പീസ് നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളെ പറ്റി AIയിൽ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പോയാൽ, മെറ്റ AI ഉപയോഗിച്ചിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അടുത്ത് നമുക്ക് വളരെ പ്രശസ്തമായ ChatGPT പറ്റി സംസാരിക്കാം. ChatGPT നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ കാലങ്ങളായി നമുക്കിടയിലുണ്ട്. OpenAI ആണ്, സാം ആൾട്ട്മാൻ്റെ OpenAI ആണ് ChatGPT ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള 4.0 ഒമിനി, അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ChatGPT നൽകുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ChatGPT മാത്രം കേട്ടോ. OpenAIക്ക് ടെക്സ്റ്റ് ടു ഇമേജ്, ടെക്സ്റ്റ് ടു വീഡിയോ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യനോട് ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യാൻ കഴിയുന്ന
എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മെഷീനാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീനാണ്. ChatGPT ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ മുതൽ ChatGPT ഉപയോഗിക്കുന്ന ആളുകളാണ്. ChatGPTയുടെ തുടക്കത്തിലുള്ള വേർഷൻ മുതൽ ഏറ്റവും പുതിയതായിട്ടുള്ള 4.0 Omni വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ChatGPTയുടെ Omni ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പെയ്ഡ് വേർഷനാണ്. കുറച്ച് കമാൻഡ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ChatGPT പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം, PDF റീഡ് ചെയ്യാം, പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ChatGPTയിൽ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ക്രിയേറ്റ് എ പോസ്റ്റർ ടു റിമൈൻഡ് കോളേജ് ഡേ പ്ലാനിങ് മീറ്റിംഗ് ഓൺ അപ്കമിങ് സാറ്റർഡേ. അതാണ് നമ്മളുടെ പ്രോംപ്റ്റ്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു, അപ്പോൾ തന്നെ ക്യാൻവ ChatGPT പ്ലഗിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. വളരെ വേഗത്തിൽ തന്നെ ഒരു പോസ്റ്റർ തയ്യാറായി. നമുക്ക് പിന്നീട് ക്യാൻവയിൽ തന്നെ ആ പോസ്റ്റർ എഡിറ്റ് ചെയ്യാം. അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഇതൊക്കെയാണ് ChatGPT കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഉപയോഗങ്ങൾ. ഫൈനലി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിൾ ജെമിനൈയെ പറ്റിയിട്ടാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഗൂഗിളിൻ്റെ ജെമിനൈ നൽകുന്ന സൗകര്യങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് വിയറ്റ്നാമിലേക്ക് പോകണം. വിയറ്റ്നാം ഒരു ട്രാവൽ പ്ലാൻ കംപ്ലീറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ കൂടാതെ നമ്മൾ ഓൾറെഡി വിയറ്റ്നാമിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മുടെ മെയിലിലൊക്കെ കിടപ്പുണ്ട്. നമ്മളുടെ ഗൂഗിളിൻ്റെ നോട്ടിൽ നമ്മൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഗൂഗിൾ ജെമിനിയോട് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ്, എനിക്ക് വിയറ്റ്നാമിൽ പോകണം, എൻ്റെ മെയിലിൽ എൻ്റെ ടിക്കറ്റ് ഉണ്ട്, കൂടാതെ അവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ നോട്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ 3 ദിവസത്തെ ഒരു ട്രാവൽ പ്ലാൻ, ഏറ്റവും ബെസ്റ്റ് പ്ലാൻ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്ലാൻ ആസൂത്രണം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൊടിയിടയിൽ അത് നമുക്ക് ചെയ്തു തരും. കൂടാതെ നമ്മളൊരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫുഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഫുഡ്, ഇതിലെത്ര കലോറി ഉണ്ട്, എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനോട് ചോദിക്കാൻ കഴിയും. അതിപ്പോൾ നമുക്കൊരു പുതിയൊരു ബിസിനസ് തുടങ്ങണം. ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുണ്ട്, പക്ഷേ ഒരു സൈഡ് ഇൻകം ആവശ്യമുണ്ട്, മറ്റൊരു റവന്യൂ വേണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനോട് ചോദിക്കാം ChatGPTയോട്. നമുക്ക് ഇപ്പോൾ ഞാൻ ഇന്ന ബിസിനസ് എന്നാണ് ചെയ്യുന്നത്, ഇന്ന മേഖലകൾ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ഏതാണ് എന്ന് നമുക്ക് അതിനോട് ചോദിക്കാം. പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി നമുക്ക് പറഞ്ഞു തരും. നമുക്കതിനെപ്പറ്റി പഠിക്കാം, മനസ്സിലാക്കാം. താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. വീട് പണി നടക്കുകയാണ് എൻ്റെ. അപ്പോൾ വീട്ടിൽ ടൈലിടാൻ വന്നപ്പോൾ ടൈലിൻ്റെ അളവ് എടുത്ത് കഴിഞ്ഞപ്പോൾ സ്ക്വയർ ഫീറ്റ് വന്നപ്പോൾ ഓരോ റൂമിനും എത്ര സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ എഴുതി അതിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ അത് കണക്ക് കൂട്ടി എടുക്കാൻ എത്ര സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിംപ്ലി അത് കോപ്പി എടുത്തിട്ട് നേരെ ChatGPTയിൽ പേസ്റ്റ് ചെയ്തിട്ട് അതിനോട് ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ സംഗതി വന്നു, മറുപടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അത് ടൈലെടുക്കുന്നതിന് ഇത്ര രൂപയാവും, അതങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് കൂടാതെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, ധ്യാൻ ശ്രീനിവാസൻ ഒരു നോവലിൻ്റെ പൂർത്തിയാകാത്തൊരു നോവലിൻ്റെ ബാക്കി എഴുതി കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി, അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്, നല്ലൊരു ക്ലൈമാക്സ് വേണം. ലാംഗ്വേജ് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 2-3 ക്ലൈമാക്സ് അത് പ്രൊഡ്യൂസ് ചെയ്ത് തരും. പിന്നെ ഭാഷയാണ് പ്രശ്നമില്ല. ഏത് ടെക്സ്റ്റും കോപ്പി എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് നമുക്കത് കാണാൻ കഴിയും. നമുക്കൊരു ഫോട്ടോ കാണണം, മലയാളി ചന്ദ്രനിൽ ചായക്കട തുടങ്ങിയാൽ എങ്ങനെയാണ് നമുക്ക് കാണണം. നമുക്ക് ചോദിക്കാം, മലയാളി ചന്ദ്രനിൽ ചായക്കട തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫോട്ടോ അത് നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടൊരു ഡിസൈൻ വേണം, ചോദിക്കാം. അങ്ങനെ ഒട്ടനവധി AI ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വിവിധ AI ടൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ, നിങ്ങൾ AI പറ്റി അവെയർ ആണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും AI പറ്റി അറിയില്ലാത്ത, അതിനെ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇത് ചെയ്തത്. ടെക്നോളജി അറിയുന്ന, ടെക്നോളജി നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മൾ സാധാരണക്കാരും. മൊബൈൽ ഫോൺ പണ്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. പിന്നീട് അതൊരു നോർമൽ സംഗതി ആയതുപോലെ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ AI ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസുകൾ, AI ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണയായിത്തീരും. അതിനു മുമ്പ് നമ്മൾ കുറേശ്ശെ AIയുടെ വിവിധ ടൂളുകളൊക്കെ പരിചയപ്പെട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകിലേക്ക് പോവില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ.
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട AI ചാറ്റ്ബോട്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ പോയിന്റ് ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ വിട്ടുപോയ പോയിന്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.